ഇന്ന് നമുക്ക് മാംഗോ പുഡിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മാമ്പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലഷ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാമ്പഴം ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത്, ഇതൊന്ന് തിക്കാവാൻ വേണ്ടി ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. ജലാറ്റിനോ അല്ലെങ്കിൽ അഗറോ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ അത് രണ്ടും അല്ല ചേർക്കുന്നത്, കോൺഫ്ലോർ ആണ്. അപ്പം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മാംഗോ പ്യൂരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ചേർക്കാം. ഷുഗർ ചേർക്കുമ്പം നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങയുടെ മധുരം അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർക്കുന്നത്. ഷുഗറൊക്കെ ഒന്ന് ഡിസോൾവ് ആയി വന്നിട്ടുണ്ട്, തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഇതിലേക്ക് ചേർക്കാം. കോൺഫ്ലോർ ചേർക്കുമ്പം അതൊന്നുകൂടെ ഒന്ന് കലക്കിയിട്ട് ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പോയിട്ട് കോൺഫ്ലോർ കട്ടയായി പോകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ ചേർത്തപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിളച്ചൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ എടുത്തിരിക്കുന്ന മാമ്പഴത്തിന് അധികം കളറില്ല, പക്ഷെ ഞാനിതിലേക്ക് എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ അല്പം ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ് ചെരിച്ച് വെച്ചിട്ടാണ് അതിലേക്കാണ് ഒഴിക്കുന്നത്. അപ്പം ചെരിച്ച് വയ്ക്കാനായിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയിട്ട് അതിലേക്കാണ് ഈ ഗ്ലാസ് ഒന്ന് ചെരിച്ച് വയ്ക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു ഹാഫായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇത് ഒന്ന് സെറ്റായിട്ട് കിട്ടണം. കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. 1 മണിക്കൂർ സമയത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ടാമത്തെ ലെയർ തയ്യാറാക്കാം, വാനില ലെയർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആ പാലിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ പാല് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പാലിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. പാലിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇതിലേക്കൊരു വാനില ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാനിലയുടെ പൗഡറാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ പൗഡർ ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോർ ചേർത്തപ്പം ഇതൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് തിളച്ചും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്, ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ചെരിച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ എടുത്ത് മാറ്റിയിട്ട് ഇത് നേരെ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇത് 1 മണിക്കൂർ കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മാംഗോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പം മാംഗോ പീസസ് കൂടി ഇതിൻ്റെ മുകളിലിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.